ഷമാ മുഹമ്മദ്, ഇതിനകത്താണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിങ്ങൾ കാണുന്നത് ഡോക്ടർ ഷമാ മുഹമ്മദ്? ഇതൊരു മുഖ്യ കാരണം തന്നെ. പക്ഷെ എനിക്ക് അതിൽ വരുന്ന മുമ്പേ ഡോക്ടർ ശിവദാസൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്, CPM മാത്രം ഇലക്ട്രൽ ബോണ്ട്സ് എടുത്തിട്ടില്ല, മറ്റേ പാർട്ടീസ് എടുത്തിട്ടുണ്ടെന്ന്. അതിൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കണം. CPM എവിടെയുള്ള പാർട്ടിയാണ്? വെറും കേരളയിൽ ഉള്ള ഒരു പാർട്ടിയാണ്, വേറെ എവിടെയും ഇല്ല ഇപ്പം CPM. പണ്ട് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, അവിടെ എവിടെ ഇല്ല ദേശീയ പാർട്ടി. പക്ഷേ ഇപ്പം പവറിലുള്ള വെറും അധികാരത്തിലുള്ള കേരളയിൽ മാത്രമാണ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞങ്ങൾക്ക് അല്ല ഞാനൊന്ന് തീർന്നോട്ടെ. അപ്പം ഞങ്ങൾ മറ്റേ സംസ്ഥാനത്ത് നമ്മൾ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കിപ്പം തെലങ്കാനയിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ്, ഛത്തീസ്ഗഡിലുണ്ടായ തിരഞ്ഞെടുപ്പ്, രാജസ്ഥാനിലുണ്ടായത് തിരഞ്ഞെടുപ്പ്, അവിടെ ഒന്നും CPM ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുമ്പം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ ഒരു മുഖ്യ കാര്യമുണ്ട്. അവർ പറഞ്ഞത് ലെവൽ പ്ലേയിങ് ഫീൽഡ്. അപ്പം ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട്സിൽ എടുത്തിട്ടില്ലെങ്കിലും ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട്സ് 2014 വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് കേസ് നമ്മളാണ് കൊടുത്തത് അതിൻ്റെ എതിരായിട്ട്. ഞങ്ങൾ പറഞ്ഞു ഇത് പാടില്ല, ഇത് തെറ്റാന്ന്, ഇതൊരു സ്കാമാണ്, ഇത് കൊള്ളയടിയാണ്. പക്ഷേ അത് 6 കൊല്ലം എടുത്തു സുപ്രീം കോടതിന് അതിൻ്റെ ഒരു നടപടി എത്താൻ, അപ്പോൾ ആ ജഡ്ജ്മെൻറ്റും എത്താൻ. അപ്പം അതിന് നിങ്ങൾക്ക് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് സുപ്രീം കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ്. രണ്ടാമത് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഇതിൽ ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇറ്റ് ഡസ് നോട്ട് കം അണ്ടർ ദി ആംബിറ്റ് ഓഫ് ദി RTIക്ക് വരെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു മറുപടി കിട്ടൂല. PM കെയർസ് പോലെ ഇതാണ് മറ്റേ വലിയ സ്കാം PM കെയർസ്. എന്തുകൊണ്ട് എനിക്ക് ഇന്ന് ശ്രീ ഷാബു പ്രസാദിനോട് ചോദിക്കേണ്ടത്, നരേന്ദ്രമോദി 2011 ഒരു മുദ്രാവാക്യം കൊണ്ടാന്നിട്ടുണ്ടായിരുന്നു, ന ഖാവുങ്ക ന ഖാനേ ദൂങ്ക, ഞാനും കക്കൂല, ഞാൻ ആരെയും കക്കാൻ വിടൂല. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ, നിങ്ങൾ അവിടെ പൈസ വരുന്നത് അത് ആദ്യം ആരും അറിയരുത്, എത്രയോ എമൗണ്ട് പുറത്തുനിന്ന് വരാം, അതിൻ്റെ മേലിൽ RTIക്ക് വരെ മറുപടി കൊടുക്കണ്ട. അതെനിക്ക് മനസ്സിലായില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന കാര്യം കോൺഗ്രസ് പാർട്ടി അന്ന് കൊണ്ടാണ്. എപ്പോഴും ഞങ്ങളെ മേത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും അഴിമതി എന്ന്. ഞങ്ങളാണ് ഇത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, സർക്കാരോട് മറുപടി കിട്ടും. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട്സിൽ RTIയുടെ ആംബിറ്റിൽ വരാത്തത് അത് പറയൂ ഷാബു പ്രസാദ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതൊരു കൊള്ളയടിയാണ്, ഇതാണ് മോസ്റ്റ് അൺഎത്തിക്കൽ വേ ഓഫ് ഗെറ്റിംഗ് ഫണ്ട്സ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതിൽ ക്വിഡ് പ്രോക്കോ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒന്നും മറുപടി ഷാബു പ്രസാദ് ഉണ്ടാവില്ല. പറയും അത് നമുക്കറിയില്ല, അതെന്താ ചെയ്യുന്നത്. എൻ്റെ ഇതിൽ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ന ഖാവുങ്ക ന ഖാനേ ദൂങ്ക എന്നാൽ നരേന്ദ്രമോദി പറയണം RTI ആംബിറ്റിൽ വരട്ടെ, നമുക്കൊന്നും ഒളിക്കാനില്ല. ഞങ്ങൾ കാണിച്ചൊരു ഏത് കമ്പനിയാണ് ഞങ്ങൾക്ക് പൈസ തന്നത് ഇലക്ട്രൽ ബോണ്ട്സ് ത്രൂ. അതുകൊണ്ടല്ലേ ഇപ്പം SBI, അതും SBI നിങ്ങൾ മനസ്സിലാക്കണം, ജഡ്ജ്മെൻറ്റ് വന്നതിൻ്റെ ശേഷം തന്നെ SBIക്ക് പറയാൻ നമുക്ക് സമയം വേണം. ഇന്നാണ് വരേണ്ടത്, ഇന്നാണ് അവർ കൊടുക്കേണ്ടത്. ഈ ദിവസം ഇന്നലെയാണ് അവർ പറയുന്നത് നമുക്ക് 5 മാസം സമയം വേണം, ജൂൺ വരെ സമയം വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം കാൽക്കുലേറ്റഡ് ആണ്. അവർക്കത് കൊടുക്കണ്ട, തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം മാത്രം കൊടുക്കണ്ട. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു സുപ്രീം കോടതി നിന്ന് ഇടപെട്ടിട്ട് അവരോട് പറയും ഉടനെ അത് തരണം, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അതിൽ. പക്ഷേ അതാണ് ഇത് നമ്മൾ എത്രയോ ഡിലേ എന്ന്, എത്രയും അകടത്താലും നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം, ബിക്കോസ് ഇന്ത്യയുടെ ജനാധിപത്യം എൻ്റെ ഇതിൽ ദിവസം തോറും തകർന്നിരിക്കുകയാണ്. പക്ഷേ ഷാബു പ്രസാദ് ഇപ്പം മറുപടി പറയണം, എന്തുകൊണ്ട് ഇത് RTIയുടെ ആക്ടിൽ കൊണ്ടുവരാത്തത്, എന്തുകൊണ്ട് PM കെയർസ് നിങ്ങൾ എല്ലായിടത്തും പൈസ എടുത്ത്, PSUs, ട്രെയിന്, എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും എല്ലാ തൊഴിലാളികളുടെ അടുത്തും പൈസ എടുത്തൊരു പ്രധാനമന്ത്രിയുടെ പേരിൽ അതും RTIയിലില്ല. അപ്പോൾ എന്ത് കക്കിലായത് നമുക്കറിയണമല്ലോ. ഇതല്ലേ സ്കാം. നിങ്ങൾ പറയും ഞങ്ങളെല്ലാം അവിടെ കാണിച്ചു കൊടുക്കും. ഇതിന്റെ മറുപടി ഇപ്പം പറയണം, എന്തുകൊണ്ട് നിങ്ങൾ ഇത് RTI ആക്ട് വരാത്തത് പറയാൻ പറ്റുമോ ഷാബു പ്രസാദ്? ഇനി ഡോക്ടർ വി ശിവദാസൻ അതിന് മറുപടി പറഞ്ഞോളൂ. അതായത് CPM ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് CPM ശിവദാസൻ അല്ല ഷാബു പ്രസാദ് മറുപടി പറയേണ്ടത്. അല്ല അത് വരട്ടെ, ഞാൻ ശിവദാസനിലേക്ക് പോട്ടെ. മറ്റേ മറുപടി CPIഎമ്മുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്, ഇലക്ട്രൽ ബോണ്ടിലൂടെ 1 രൂപയും ഞങ്ങൾ സംഭാവനയായി സ്വീകരിക്കില്ല എന്ന് അഭിമാനത്തോട് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. 1000 കോടിയിലധികം കോൺഗ്രസ്. അല്ല, അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കാരണം CPIM എന്ന പാർട്ടിക്ക് 1 രൂപ പോലും സംഭാവന കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഷമാ മുഹമ്മദിന് ഒരുപക്ഷെ ഈ നാട്ടിൽ CPIഎമ്മിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ കുറിച്ച് അറിയാത്തതിന്റെ
ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ആവശ്യമില്ല. ഞങ്ങൾ ഇത്തരത്തിൽ വഴിവിട്ട നിലയിൽ കോർപ്പറേറ്റുകളെ സഹായിച്ചിട്ട് അവരിൽ നിന്ന് പണം സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞല്ലോ എങ്ങനെയാണ് വേറെ സംസ്ഥാനത്ത് ഇല്ലല്ലോ ശിവദാസ പണം സ്വീകരിച്ച്. ക്ഷമ നമ്മൾ ഇടപെടല്ലോ. അപ്പോൾ അതൊരു മോശമല്ലേ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഈ അദാനിയുടെ കൽക്കരി കുംഭകോണത്തിന്റെ ഒരു തലയുണ്ടല്ലോ, അതുപോലെ വിവിധ കമ്പനികൾക്ക് വഴിവിട്ട നിലയിലുള്ള സഹായം നൽകിക്കൊണ്ട് കോൺഗ്രസും BJP ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ AICC അവരുടെ സമുന്നത ബോഡിയാണല്ലോ. ആ സമുന്നത ബോഡി എപ്പോഴെങ്കിലും ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ അവരുടെ പൈസ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? സാധാരണ നിലയിൽ എല്ലാ കേസുകളിലും കക്ഷി ചേരുന്ന ഒരു കോൺഗ്രസ് ആയിട്ടുള്ള ഒരാള് കോടതിയിൽ പോയി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ പരാതിയായിട്ടല്ലേ കോൺഗ്രസിന്റെ കേസായിട്ട് കാണാൻ പറ്റില്ല. CPIM എന്ന പാർട്ടി പ്രഖ്യാപിത നിലപാടെടുത്തിട്ട് പാർട്ടി തന്നെ കക്ഷി ചേർന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി. ഇനി രണ്ടാമത്തത്, BJP ഇങ്ങനെയുള്ള ചർച്ചകളിൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ BJP അവരുടെ പ്രതിനിധി അയക്കുന്നില്ല. BJPക്ക് മറുപടി പറയാനില്ല. BJP വലതുപക്ഷ നിരീക്ഷകരെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ വരുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് BJP അവരുടെ പ്രതിനിധികളെ അയക്കാത്തത്? BJP എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കാത്തത്? BJP പരിതാപകരമായ നിലയിൽ, നാണം കെട്ട നിലയിൽ നിൽക്കുകയാണ്. BJPക്കാരായിട്ടുള്ള ആളുകൾക്ക് വന്ന് മറുപടി പറയാൻ പറ്റാത്ത നിലയിൽ നിൽക്കുകയാണ്. അങ്ങനെ അപമാനിതമായിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും RSSന്റെയും BJPയുടെയും മുഖമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ടുകൾ എല്ലാം അമെൻഡ് ചെയ്തിട്ട് കോടാനുകോടി രൂപ സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ആർത്തിപ്പണ്ടാരങ്ങളായി നിന്നിട്ടുള്ള ഈ സംഘം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഈ BJPയുടെ ഭരണം എല്ലാ കാലത്തും തുടരുമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമായിരിക്കും. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ കള്ളന്മാരുടെ സംഘം ഇവർ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ജയിലറക്കകത്തേക്ക് പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത്രമേൽ വലിയ ഇന്ത്യ ചരിത്രത്തിലെ അത്രമേൽ വലിയ അഴിമതികളുടെ കൂമ്പാരാണ് ഈ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് നൽകിയിട്ടുള്ള ബജറ്റിൽ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഈ വഴിവിട്ട ആനുകൂല്യങ്ങൾ, അത് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടിയുള്ള വഴിവിട്ട ആനുകൂല്യങ്ങളാണ്. PM കെയർ ഫണ്ടിലൂടെ പണം സ്വീകരിക്കുകയും അത് RSS BJP സംഘടനകൾക്ക് വഴിവിട്ട നിലയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ കോർപ്പറേറ്റുകളിൽ നിന്ന് പല നിലയിൽ ഫണ്ട് സമാഹരിക്കുക, ആ ഫണ്ട് BJPയുടെ RSSന്റെ അതോടൊപ്പം അവരുടെ നേതാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള അതിനിശ്ചിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെ കണക്കുകൾ പുറത്തു പറയാതിരിക്കുക, കണക്കുകൾ നൽകുന്നതിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തടസ്സപ്പെടുത്തുക, ഒരു ക്ലിക്കിൽ എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണെന്നാണല്ലോ പറയുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഡിജിറ്റൽ ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 46,000 വിവരങ്ങൾ നൽകുന്നതിന് 3 മാസകാലം വേണമെന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്? Debate with MV Nikesh Kumar.